ചന്ദ്രയാൻ 4 ദൗത്യത്തിന് തയ്യാറെടുത്ത് ISRO. ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ചന്ദ്രയാൻ 4 ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം. മുൻ ദൗത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രയാൻ 4 ദൗത്യത്തിന് സവിശേഷമായ ചില വെല്ലുവിളികളുണ്ട്. ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റ് സംവിധാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കാൻ ദൗത്യത്തിൽ ഒന്നിലധികം വിക്ഷേപണങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം മൊഡ്യൂളുകൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കും. മുൻ ദൗത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രയാൻ 4 ഒന്നിലധികം ഭാഗങ്ങളായി വിക്ഷേപിക്കുകയും ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുൻപ് ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് ബുധനാഴ്ച വെളിപ്പെടുത്തി. ബഹിരാകാശ പേടകത്തിന്റെ വലിപ്പം ISROയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റിന്റെ വഹിക്കാനുള്ള ശേഷിയേക്കാൾ കൂടുതലായതിനാൽ ഈ നൂതന സമീപനം ആവശ്യമാണ്. ഭ്രമണപഥത്തിൽ ബഹിരാകാശ പേടകങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് പുതിയ കാര്യമല്ല. അങ്ങനെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ചത്. എന്നിരുന്നാലും ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ചാന്ദ്ര ദൗത്യം ഈ രീതി പിന്തുടരുന്നത് ഇതാദ്യമായിരിക്കും. ISROയുടെ റോക്കറ്റുകളുടെ നിലവിലെ പരിമിതികൾ കാരണം ചന്ദ്രയാൻ 4ന്റെ കോൺഫിഗറേഷനിൽ ഒന്നിലധികം വിക്ഷേപണങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് സോമനാഥ് വിശദീകരിച്ചു. തങ്ങളുടെ റോക്കറ്റുകൾക്ക് മുഴുവൻ ബഹിരാകാശ പേടകത്തെയും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്ര ശക്തമല്ല എന്ന് അദ്ദേഹം ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. ഇത് നേരിടുന്നതിന് ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തിൽ പേടകത്തിന്റെ ഭാഗങ്ങൾ ഒന്നിച്ചു ചേരാൻ അനുവദിക്കുന്ന പുതിയ ഡോക്കിംഗ് കഴിവുകൾ ISRO വികസിപ്പിക്കുന്നു. ഈ കഴിവ് ഈ വർഷാവസാനം സ്പാഡക് എന്ന ദൗത്യം ഉപയോഗിച്ച് പരീക്ഷിക്കും. ചാന്ദ്ര ദൗത്യങ്ങളിൽ ഡോക്കിംഗ് ഒരു സാധാരണ തന്ത്രമാണ്. സാധാരണഗതിയിൽ പേടകത്തിന്റെ ഒരു ഭാഗം ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ മറ്റേ ഭാഗം ഭ്രമണപഥത്തിൽ തന്നെ തുടരും. സാമ്പിളുകൾ ശേഖരിച്ച ശേഷം ലാൻഡർ മടങ്ങിയെത്തി പരിക്രമണ മൊഡ്യൂളുമായി ഡോക്ക് ചെയ്യുന്നു. വീണ്ടും ഒരൊറ്റ യൂണിറ്റ് രൂപീകരിക്കുന്നു. എന്നിരുന്നാലും ചന്ദ്രയാത്രയ്ക്കായി ഭൗമഭ്രമണപഥത്തിൽ മൊഡ്യൂളുകൾ കൂട്ടിച്ചേർക്കുക എന്നത് ഒരു പുതിയ ആശയമാണ്. ISRO ഇതാദ്യമായി പരീക്ഷിച്ചതായി അവകാശപ്പെടുന്നില്ലെങ്കിലും ബഹിരാകാശ പര്യവേക്ഷണത്തിലെ അഭൂതപൂർവമായ നീക്കമാണിതെന്ന് സോമനാഥ് പരാമർശിച്ചു. വരാനിരിക്കുന്ന സ്പാഡക്സ് ദൗത്യം ഇൻസ്പേസ് ഡോക്കിംഗ് പ്രകടമാക്കുന്ന ISROയുടെ ആദ്യമായിരിക്കും. ചന്ദ്രയാൻ 4 ദൗത്യത്തിനായുള്ള വിശദമായ പഠനവും ആന്തരിക അവലോകനവും പൂർത്തിയായെന്നും ചെലവ് എസ്റ്റിമേറ്റ് ഉടൻ സർക്കാരിന് അംഗീകരിക്കാനായി സമർപ്പിക്കുമെന്നും സോമനാഥ് അഭിപ്രായപ്പെട്ടു. 2035ഓടെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിനും 2040ഓടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്നതിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന ISROയുടെ വിഷൻ 2047ന്റെ ഭാഗമാണ് ഈ ദൗത്യം. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും ഒന്നിലധികം വിക്ഷേപണങ്ങളിലൂടെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കും. 2028ഓടെ ആദ്യ വിക്ഷേപണം എന്ന ലക്ഷ്യത്തോടെ നിലവിലെ LVM-3 റോക്കറ്റ് ഉപയോഗിച്ച BASന്റെ ആദ്യ സെഗ്മെന്റ് വിക്ഷേപിക്കും. നിർമ്മാണം, ആവശ്യമായ സാങ്കേതിക വിദ്യകൾ, സമയക്രമം, ചെലവ് എന്നിവ വിശദമാക്കുന്ന നിർദ്ദേശം സർക്കാർ അനുമതിക്കായി തയ്യാറാക്കി വരികയാണ്. കാലക്രമേണ അധിക BAS മൊഡ്യൂളുകൾ വികസിപ്പിക്കുമെന്നും സോമനാഥ് കൂട്ടിച്ചേർത്തു. സ്റ്റേഷനിൽ 5 മൊഡ്യൂൾ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും. ഒന്നിലധികം കമ്മിറ്റികൾ അവയുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്നു. നവീകരിച്ച LVM-3 അല്ലെങ്കിൽ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹെവി റോക്കറ്റായ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് ഭാവി മൊഡ്യൂളുകൾ വിക്ഷേപിച്ചേക്കാം. NGLVയുടെ രൂപകൽപ്പനയും ഉൽപാദക പദ്ധതിയും തയ്യാറായി കഴിഞ്ഞു. അംഗീകാരത്തിനായി സർക്കാരിന് സമർപ്പിക്കും. 4000 ടൺ ഭാരമുള്ള റോക്കറ്റിന് നിലവിലെ സൗകര്യങ്ങൾ അപര്യാപ്തമായതിനാൽ NGLVയെ ഉൾക്കൊള്ളുന്നതിനായി ISRO ഒരു പുതിയ വിക്ഷേപണ സമുച്ചയം സൃഷ്ടിക്കുകയാണ്.